ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. JSK അതായത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച പേര്. സിനിമയുടെ 9ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുന്നോടിയായി നമുക്ക് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാവുന്നതാണ്. ഇന്ന് വെള്ളിയാഴ്ച പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായി വലിയ ഇടിവാണ് കളക്ഷനിൽ കാണാൻ കഴിയുന്നത്. മറ്റ് 2 റിലീസുകൾ ഇന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തുള്ള ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. മാരീസിനും അതേപോലെ തന്നെ ഫാൻറ്റാസ്റ്റിക് 4 എന്നുള്ള സിനിമയുമാണ് ഉള്ളത്. അതുകൂടാതെ ഇന്നലെ നമുക്ക് മറ്റൊരു റിലീസ് കൂടി ഉണ്ടായിരുന്നു, ഹർ ഹർ വീരം മല്ലു എന്ന ആ ഒരു സിനിമയും. അങ്ങനെ 3 സിനിമകളുടെ റിലീസ് വന്നപ്പോൾ ഇതിൻ്റെ തിയേറ്റർ കുറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് 268ഓളം ഷോകളിൽ നിന്ന് 4500-ന് മുകളിൽ 4750ഓളം ആളുകൾ കണ്ടു എന്നുള്ളതാണ് വരുന്നത്. ഒക്യുപ്പൻസിയൊക്കെ ഇന്നലത്തേക്കാൾ കൂടുതലുണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുവരെ 7 ലക്ഷം രൂപ മാത്രമാണ് നേടിയത്. ഇന്നലെ സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞു ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത് 25 ലക്ഷം രൂപയോളമായിരുന്നു. അവിടെയാണ് ഇന്ന് 7 ലക്ഷം രൂപയിലേക്ക് താഴുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നത്. ഇന്നലെ സിനിമ 40 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇന്ന് അത് 15 ലക്ഷം രൂപ ആണ് ഇപ്പോൾ പോകുന്ന ഒരു കണക്ക് വെച്ചിട്ടാണെങ്കിൽ പോകുന്നത്. അതായത് മിനിങ്ങാന്നത്തെ വെച്ച് നോക്കിയപ്പോൾ ഇന്നലെ ഒരു വർധനവുണ്ടായിരുന്നു. അതിൽ നല്ല പ്രതീക്ഷയായിരുന്നു. പ്രത്യേകിച്ച് വീക്കെൻഡ്സിലേക്ക് അടുക്കുമ്പോൾ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ വരുമെന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ അത് ഒന്ന് കുറയുന്നു എന്ന് തന്നെ പറയാം. ഇനി വരുന്ന ശനി ഞായർ ദിനങ്ങളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. 2 ദിവസം കൊണ്ട് 50 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് സിനിമ എത്തും എന്നുള്ളത് തന്നെയാണ്. ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 5.5 കോടിക്കടുത്താണ് സിനിമ നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ പുറത്തു വരാത്തത് കൊണ്ട് തന്നെയാണ് വേൾഡ് വൈഡ് കളക്ഷൻ പറയാത്തത്. എന്തായാലും സിനിമ ഈ ശനി ഞായറോടെ നമുക്ക് അറിയാൻ കഴിയും എങ്ങനെയായിരിക്കും അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളത്. കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് സിനിമ കണ്ടവരാണെങ്കിൽ ഒന്ന് കമൻറ്റ്സ് പറയാം. അതല്ല ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ സിനിമയ്ക്ക് ഒന്ന് പോയി കാണാം. നല്ല ഒരു സിനിമ, ക്രൈം, ഒരു കോർട്ട് ഡ്രാമ എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ചിത്രം തന്നെയായിരിക്കും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡീപ് മീഡിയാസ്.